ഒരു ഫുഡ് പ്ലേറ്റ് എങ്ങനെയായിരിക്കണം എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? ഒരു കാൽ ഭാഗം എപ്പോഴും കാർബോഹൈഡ്രേറ്റ്സ്, റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയും. അത് പുട്ട് അല്ലെങ്കിൽ ദോശ, ചോറാണെങ്കിൽ അത്രേ എടുക്കേണ്ട ആവശ്യമുള്ളൂ. അതാണ് നമ്മുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെ ഉള്ളത് പ്രോട്ടീൻ ഫാറ്റിനായിട്ട് ഒരു കാൽ ഭാഗം പ്ലേറ്റിൻ്റെ. പിന്നെ ഒരു 50% ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്. അത് നമ്മൾ സാലഡ്സ് ആയിട്ട് എടുക്കാം. കക്കരി, വെള്ളരി, തക്കാളി എന്ത് വേണമെങ്കിലും എടുക്കാം. ഇതാണ് ഒരു ഫുഡ് പ്ലേറ്റിൽ നമ്മൾ എടുക്കേണ്ട കാര്യം. പിന്നെയുള്ളത് ഇപ്പം ഫാറ്റിൽ ബട്ടറൊക്കെ എടുക്കണമെങ്കിൽ ഒരു തം സൈസിൽ ചെറിയ ഒരു അളവിൽ എടുക്കാം എന്നുള്ളതാണ് ഒരു ഘടകമായിട്ട് പറയുന്നത്. പിന്നെ എന്തെടുക്കുമ്പോഴും നമ്മൾ കൈയുടെ അളവിലാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമുണ്ടെന്ന് പറയും. ഇപ്പോൾ ഫ്രൂട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ ഇടയുള്ള സ്നാക്കായിട്ട് ഫ്രൂട്ട് എടുക്കാം ഡയബറ്റീസ് പേഷ്യൻസിന്. കുറച്ചുകൂടി അധികം പഴുക്കാത്ത ഫ്രൂട്ട് എടുക്കുന്നതാണ് എപ്പോഴും ഉത്തമം. പിന്നെ നമ്മൾ സീസണിൽ കഴിക്കുന്ന മാംഗോ, ചക്ക, പഴമൊക്കെ വളരെ കൂടുതൽ കഴിക്കാതിരിക്കുക. പിന്നെ എടുക്കുമ്പോൾ ഒരു ഹാൻഡ് സൈസ് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഗുഡ്. ഒരു 3 ഫ്രൂട്ട് വരെയൊക്കെ ഇടയിലുള്ള സ്നാക്കായിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ. പോർഷൻ കൺട്രോൾ ഒന്ന് പോർഷൻ ശ്രദ്ധിക്കാം. കൺട്രോളാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ബാലൻസിങ് ആൻഡ് പോർഷൻ കൺട്രോൾ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്.